ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അൽഫാനൈറ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാലോ, എനിക്ക് പിമ്പിൾസ് ഉണ്ട് എല്ലാം ഉണ്ട്. ഞാനിതെല്ലാം മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേർണിയിലാണ്. എനിക്ക് എൻ്റെ ഫേസിൽ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള ആക്നെ വരാനായിട്ട് തുടങ്ങിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷമാണ്. ഓക്കെ, ആ സെപ്റ്റംബറിന് ശേഷം എൻ്റെ ബോഡിയിൽ നല്ല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ്, നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാം വന്നിരുന്നു. അതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എൻ്റെ സ്ട്രെസ്സ് കൂടി, എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത്ത് ഭയങ്കര ലോ ആയി. എനിക്ക് ഭയങ്കര ഉറക്കക്കുറവ്, എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. ഞാൻ ഒന്നും ചെയ്യില്ല. രാവിലെ എഴുന്നേറ്റ ബെഡിൽ വെറുതെ ഇങ്ങനെ കിടക്കുക. ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ സ്റ്റേജിലായിരുന്നു. അത് കഴിഞ്ഞ് നവംബർ ഡിസംബർ ടൈമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫേസിൽ ആക്നെ ചെറുതായിട്ട് നല്ലപോലെ വന്നു തുടങ്ങി. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറേ ഉണ്ടായിരുന്നില്ല. ഒരു ജനുവരി ഒക്കെ ആയപ്പോഴേക്കും ഞാൻ വീണ്ടും ഓക്കെ ആയി തുടങ്ങി. എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ മാറി കുറച്ചൊക്കെ ഞാൻ ഹാപ്പി ആവാനും കുറേ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവാനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ തോന്നി ഞാൻ ചെയ്തു. പക്ഷേ ഒരു ഫെബ്രുവരി 16, ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി 17 ആ ഒരു 14, 15, 16, 17 ആ ദിവസങ്ങളുടെ ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്ത അത്രയും, എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചതിൻ്റെ കുറേയും കൂടെ ഇരട്ടി ഒരുപാട് വിഷമങ്ങൾ തരുന്ന ഒരു അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി. അതിനുശേഷം ഇങ്ങോട്ട് മറ്റത് ഞാൻ രാവിലെ 2 നേരമെങ്കിലും മുഖം കഴുകുകയും 1 നേരം കുളിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഞാൻ ഡെയിലി കുളിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കുന്ന എപ്പോഴാണ് എനിക്കറിയില്ല. വർക്ക് ഉണ്ടാവും, വർക്കിൽ ലീവ് എടുത്തു, ബെഡിൽ കിടക്കുക, ഫുൾ ടൈം ബെഡിൽ കിടക്കുക, രാവിലെ ഒന്നും ചെയ്യാതാവുക, ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇതായി. ഞാൻ ഭയങ്കരമായിട്ട് എന്നെ നോക്കാതെ, ഡെയിലി കുളിക്കാതെ, തല കഴുകാതെ, എന്താ പറയുക, ഭക്ഷണം പോലും കഴിക്കാതെ എൻ്റെ വെയിറ്റ് 7 കിലോ കുറഞ്ഞു. 58 കിലോ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോഴാണ് 51 ഉള്ളത്. ആ സമയത്ത് ഞാൻ 49 ആയിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും വെയിറ്റ് ലോസ് ഉണ്ടായി. ഏപ്രിൽ ലാസ്റ്റ് വരെയൊക്കെ കൊണ്ട് എനിക്ക് അത്രയും പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ കടന്നു വന്ന ആ ഒരു മാനസികാവസ്ഥയുടെയാണ് എൻ്റെ ഫേസ് എനിക്ക് തന്ന സമ്മാനമാണിത്. ഓക്കെ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തെ എൻ്റെ സ്ട്രെസ്സും ടെൻഷനും വിഷമങ്ങളും ഡിപ്രഷനും ഒക്കെ അടിച്ചിരുന്ന് കഴിയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയാവും. ഞാൻ സൈക്കോളജിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 15 സിറ്റിങ്സ് ഒക്കെ ഓളം അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെ ആണ്. ഇപ്പം എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും എനിക്കുള്ളൊരു സാധനം എന്ന് പറയുന്നത് എന്നെ ഒരുപാട് പ്രശ്നമാവുന്നു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ആക്നെ വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെള്ളം കുടിയില്ല, ഭക്ഷണം കഴിക്കലില്ല, സ്ട്രെസ്സ്, ഡിപ്രഷൻ, കുളിക്കാറില്ല, നനയ്ക്കാറില്ല, മുഖം കഴുകാറില്ല, ഒന്നുമില്ല. ഐ വാസ് ഇൻ എ ബ്രേക്കപ്പ് സ്റ്റേജ്. അപ്പോൾ അത്രയും ബ്രേക്ക് ഡൗൺ ആയി പോയതായിരുന്നു ഞാൻ. ഓക്കെ, സോ ഇനി എൻ്റെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴാണിത് റിയലൈസ് ചെയ്തതെന്നുള്ളതാണ്. ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നുമായിരുന്നു, ഞാൻ എന്നെ നോക്കാതെ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് എന്തിനാണ്, ഞാൻ ഇങ്ങനെ ആയിട്ട് എന്തിനാണ് എന്നൊക്കെ എനിക്ക് ഇങ്ങനെ ഒരു പോയിന്റിൽ തോന്നിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എന്നെ ഓക്കെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മോർണിംഗ് റൊട്ടീനും എൻ്റെ സ്കിൻ കെയറും എൻ്റെ ഹെയർ കെയറും എൻ്റെ കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള റീസൺ തന്നെ എനിക്ക് മാറണം. എനിക്കിങ്ങനെ ആയാൽ പറ്റില്ല. ഞാൻ പണ്ടൊരു അൽഫിയ ഉണ്ടായിരുന്നു, ആ അൽഫിയയിലേക്ക് തിരികെ പോകണം. 4 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്ന ജീവിതം അല്ല എൻ്റെ ജീവിതം എന്നൊരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായപ്പോൾ തൊട്ടിട്ടാണ് ഞാൻ മാറിയിരിക്കുന്നത്. ഇനി നമ്മുടെ ഏജ് ഇതിലെ ഏറ്റവും വലിയൊരു മെയിൻ ഫാക്ടറാണ് കേട്ടോ. എൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇപ്പോൾ 27 ആണ്. ഈ ഡിസംബറിൽ എനിക്ക് 28 ആകും. അപ്പോൾ എനിക്ക് 30 വയസ്സാവാൻ ഇനി 2 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം 30-ന് മുമ്പ് ഞാൻ ഇതൊക്കെ നോക്കി നല്ലൊരു ഡയറ്റ് പ്ലാനും എക്സസൈസും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ കോലമൊക്കെ എൻ്റെ കൈവിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകും. അപ്പം ഞാൻ ആദ്യം പോയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് 3 മെഡിസിൻസ് തന്നു പിമ്പിൾസിന് ഇടാനായിട്ട്. പിന്നെ രാവിലെ ഇടാൻ ഒരു മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീനും കൂടെ കൂടിയിട്ടുള്ള ഒരു ജെല്ലും എനിക്ക് തന്നു. ആ ജെല്ലിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പോയിട്ട് ആ ഷോർട്സ് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ.
അപ്പം എനിക്ക് തന്ന 3 മെഡിസിൻസ് ഇതാണ്. ഇത് തേച്ചതുകൊണ്ട് മാത്രമല്ല കേട്ടോ മാറിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ കുരു കൂടിയ സമയത്തെ ഡോക്ടറെ പോയി കണ്ടതാ. പക്ഷെ ഇത് അപ്ലൈ ചെയ്തിട്ട് എൻ്റെ പിമ്പിൾ മാർക്സോ പോയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യാനും എക്സസൈസ് ചെയ്യാനും തുടങ്ങിയപ്പോഴാണ്, ഞാൻ നല്ലപോലെ സ്വെറ്റ് ആവാനും തുടങ്ങിയപ്പോഴാണ് എൻ്റെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയത്, വെള്ളം കുടിക്കാനും തുടങ്ങിയപ്പോൾ. അപ്പം ഇതിൽ എനിക്ക് ആദ്യം തന്ന ക്രീം എന്ന് പറയുന്നത്, അതായത് എനിക്ക് 2 ദിവസം മാറി മാറി ഇടാനാണ് കേട്ടോ തന്നുകൊണ്ടിരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെറ്റിനോയിൻ ആൻഡ് ക്ലിൻഡാമൈസിൻ ജെല്ലാണ്. ഇത് വന്നിട്ട് മൺഡേ നൈറ്റ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ഇത് തന്നെ ഇടാൻ പാടില്ല. ട്യൂസ്ഡേ നമ്മൾക്ക് വേറെ ഒരെണ്ണം തന്നു, മിനോസൈക്ലിൻ ഹൈഡ്രോക്ലോറൈഡ് ടോപ്പിക്കൽ ജെൽ എന്ന് പറയുന്ന ഈ ഒരു ജെല്ലും തന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് നൈറ്റ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞ് തന്നത്. ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഈ ട്രെറ്റിനോയിൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിമ്പിളുള്ള ഏരിയയിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഫേസ് മുഴുവൻ ഇനിയിപ്പോൾ ഇവിടെയും കൂടെ പിമ്പിൾ വരണ്ട, ഇവിടെയും കൂടെ ഇട്ടേക്കാന്ന് പറഞ്ഞ് ഇടാൻ പാടില്ല. എവിടെയാണോ പിമ്പിളുള്ളത് അവിടെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ, അത്രയും കോൺസെൻട്രേഷനിൽ ഇങ്ങനെ നോക്കി വെച്ച് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് രാത്രി അപ്ലൈ ചെയ്യുക, ഒന്ന് വലിഞ്ഞതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങാം. അടുത്ത ദിവസം രാത്രി ഇത് അപ്ലൈ ചെയ്യുക, ഇതും നമ്മുടെ പിമ്പിളുള്ള ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്യുക, അതൊന്നും വലിഞ്ഞതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്രീം വന്നിട്ട്. ഇത് രണ്ടും എന്ത് ചെയ്യുക, നൈറ്റ് അപ്ലൈ ചെയ്യാം. മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ നോക്കാൻ കിട്ടും. പിന്നെ രാവിലെ എന്ത് ചെയ്യണം, ഫേസ് വാഷ് വെച്ച് മുഖം വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീനുള്ള ജെൽ അപ്ലൈ ചെയ്യുക. അതെന്തായാലും അപ്ലൈ ചെയ്യണം, കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്താലേ ഈ മെഡിസിൻസ് ഇടുന്നതിൻ്റെ ഗുണം പിറ്റേന്ന് രാവിലെ കിട്ടുള്ളൂ. നമ്മുടെ പിമ്പിൾസ് കുറയണമെങ്കിൽ മോയ്സ്ചറൈസർ മസ്റ്റാണ്. ഓയിലി സ്കിന്നാണ് മോയ്സ്ചറൈസർ ഇടാൻ പറ്റില്ല എന്ന് പറയരുത്. എൻ്റെത് ഓയിലി സ്കിന്നാണ്, എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. ഇപ്പം തന്നെ തുടച്ചതിന് നിങ്ങൾക്ക് മനസ്സിലാവും ഓയിൽ ഉണ്ടാവും എൻ്റെ മുഖത്ത്. പക്ഷേ ഞാനിപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഈ മോയ്സ്ചറൈസർ കാരണം എൻ്റെ ഫേസിലെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾഡ് ആയിട്ടുണ്ട്. നമ്മുടെ മണ്ടത്തരമാണ് ഓയിലി സ്കിന്നുകാർ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഡള്ളായി പോകുന്നുള്ളത്. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡൾനെസ് കുറയുവാണ് ചെയ്യുന്നത് ശരിക്കും. ഓക്കെ, ഇനി എനിക്ക് തന്നതാണ്, പിന്നെ എനിക്ക് മോർണിംഗിൽ ഇടാൻ പറഞ്ഞ് തന്നതാണ് ഈ ക്ലിൻഡാമൈസിൻ ആൻഡ് നിക്കോട്ടിനാമൈഡ് ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജെൽ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും പിമ്പിൾസിൻ്റെ മേളിൽ മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പിമ്പിൾസിൻ്റെ മേലെ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാറായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഇത് രാവിലെ. അപ്പോൾ നിങ്ങൾ രാവിലെ ക്ലാസ്സിൽ പോകേണ്ടവരാണ്, ഓഫീസിൽ പോകേണ്ടവരാണ്, ജോബിന് പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് കഴിഞ്ഞ് മുഖം കഴുകി കഴിഞ്ഞാൽ ആദ്യം ഇത് ജസ്റ്റ് പിമ്പിളിൽ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, പുറത്ത് പോവുക. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്ത് പോവുക. അപ്പോൾ നമ്മളിത് എന്തായാലും ഒരു 1 hour ഫേസിൽ വെക്കുക ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം. 1 hour 2 hourനുള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കലി അബ്സോർബായി പോയി തീർന്നിട്ടുണ്ടാവും. വീട്ടിലിരിക്കുവാണെങ്കിൽ നമുക്ക് റീ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള സെഷൻ. ഇനി നെക്സ്റ്റ് ഞാൻ പറയാനായിട്ട് പോകുന്നത്, നമ്മൾ ആക്നെ ഉള്ള സമയത്ത് ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നാണ്. ഡയറി പ്രൊഡക്ട്സ്, അതായത് പാല് കുടിക്കാനേ പാടില്ല. എനിക്ക് ഓൾറെഡി പാൽ അലർജിയാണ്, ഞാൻ പാല് കുടിക്കാറില്ല. ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, ഞാൻ ഐസ്ക്രീം കഴിക്കും. പിന്നെ നമ്മുടെ ഡയറി പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ബട്ടർ കഴിക്കാൻ പാടില്ല. ഗീ കഴിക്കാം, ഗീ പ്രശ്നമല്ല. ബട്ടർ പാടില്ല. ബട്ടർ, ചീസ്, അതുപോലെ തന്നെ ഐസ്ക്രീം, പാല്, ഇതാണ് ഡയറി പ്രൊഡക്ട്സിൽ വരുന്നത്. പശുവും പാലാണ് കേട്ടോ, അല്ലാതെ നമുക്ക് ആൽമണ്ട് മിൽക്കോ കോക്കനട്ട് മിൽക്കൊക്കെ കുടിക്കാം. പശുവും പാലാണ് കഴിക്കാൻ പാടില്ലാത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ഭയങ്കര ഫാറ്റ് കൂടുതലും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഷുഗർ ഒഴിവാക്കുക, പഞ്ചസാര ഇട്ട ചായ കാര്യങ്ങളൊന്നും കഴിക്കണ്ട. കൂടുതലായിട്ടും നമ്മൾ കഴിക്കേണ്ടത് എന്ന് പറയുന്നത് ഗാർലിക്കില്ലേ, വെളുത്തുള്ളി. അത് വെറുതെ എടുത്ത് പച്ചനെ രാവിലെ തിന്നാനൊന്നും അല്ല കേട്ടോ പറയുന്നത്. വെളുത്തുള്ളി നമ്മൾ കുക്ക് ചെയ്യുന്ന ഭക്ഷണത്തിൽ കുറച്ച് കൂട്ടിയിട്ടിട്ട് കഴിക്കാം. അതുപോലെ ഇഞ്ചി കഴിക്കുക. പിന്നെ നമ്മുടെ ജീരകം തിളപ്പിച്ച വെള്ളം കുടിക്കുക. അത് ഫുൾ ഡേ ജീരകം തിളപ്പിച്ച വെള്ളം കുടിക്കാനല്ല, 1 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാം. പിന്നെ ഞാനിവിടെ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്, മൊരിങ്ങ വാട്ടർ കുടിക്കുന്നുണ്ട്, നമ്മുടെ സാഫ്രോൺ വാട്ടർ കുടിക്കുന്നുണ്ട്, ബ്ലൂ ടീ കുടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന അത്രയും ഡ്രിങ്ക്സ് കുടിക്കാം. പിന്നെ ഈ കുക്കുംബർ, ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ടിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല കേട്ടോ, അങ്ങനെയൊന്നും കുടിക്കാൻ നിൽക്കണ്ട. അത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വയറിൽ ഇങ്ങനെ ബ്ലോട്ടിങ് സെൻസേഷൻസ് ഉണ്ടാക്കും എന്നല്ലാതെ അതുകൊണ്ട് വേറെ ഒരു ഗുണമില്ല. കുക്കുംബർ, ക്യാരറ്റും തിന്നാൻ പറ്റുമെങ്കിൽ തിന്നാൽ മതി. പിന്നെ നമ്മൾ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ എല്ലാവരും ഒരു വിചാരമുണ്ട്, നമുക്ക് പിമ്പിൾസ് വന്ന അപ്പം നമ്മൾ ഒഴിവാക്കേണ്ടത് വറുത്ത മീൻ, പൊരിച്ച സാധനങ്ങൾ, മുട്ട, ഇതൊക്കെയാണെന്നാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ മണ്ടത്തരമാണ് ഗൈസ്. ഡീപ്പ് ഫ്രൈ ചെയ്ത ഫുഡ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം, അത് ശരിയാണ്. അതായത് ഇപ്പം നമ്മുടെ
പുറത്തുനിന്നുള്ള ഒറ്റ ഫുഡ് നമ്മൾ കഴിക്കരുത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കരുത്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, ഇപ്പോൾ ഈ പുറത്തെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ബജികൾ, അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. അതായത് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. എന്ന് കരുതി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തോരനിൽ ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കഴിച്ചു എന്ന് കരുതി ഒന്നും പറ്റില്ല. ഓക്കെ, മീനൊക്കെ ജസ്റ്റ് ഭയങ്കരമായിട്ട് മുരിയിപ്പിച്ച് കരിയിപ്പിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ കളയാതെ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാന്നൊക്കെ പറയില്ലേ, ഒന്ന് വേവാൻ വേണ്ടി മാത്രം ഇങ്ങനെ വെളിച്ചെണ്ണയിൽ, വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിക്കാം. ഓക്കെ, അതും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അപ്പം മീനിൽ നിന്ന് കിട്ടേണ്ട കുറേ ഫാറ്റും കുറേ ഗുഡായിട്ടുള്ള കാര്യങ്ങളും കൊളാജൻ പ്രൊഡക്ഷൻസും ഒക്കെ നമുക്ക് ഫിഷിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ നമ്മളങ്ങനെ കഴിക്കണം. ചിക്കൻ കഴിക്കാം, ബീഫ് കഴിക്കാം, ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ എല്ലാം ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിലും നമ്മുടെ ബോഡിക്ക് വേണ്ടതുപോലെ കഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 3 to 4 ലിറ്റർ വെള്ളം, അതായത് 20 കിലോ വെയിറ്റ് ഉള്ള ആൾക്ക് 1 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ ഒരു 40 kg വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ 2 ലിറ്റർ മിനിമം. ഓക്കെ, അതിലും കുറയാൻ എന്തായാലും പാടില്ല. അപ്പോൾ 50 ഉള്ളതാണെങ്കിൽ 2.5 ലിറ്ററിലും താഴെ വെള്ളം കുടിക്കാനേ പാടില്ല, കുറഞ്ഞു പോകാനേ പാടില്ല. 2.5 ലിറ്ററിലും കൂടി ഒരു 3 ലിറ്റർ 4 ലിറ്റർ ആയാലും കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും 2.5 ലിറ്ററിലും കുറവ് നമ്മൾ കുടിക്കാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കണം. പിന്നെ നമുക്ക് നട്ട്സും സീഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. ആൽമണ്ട്സ്, വാൾനട്ട്സ്, കാഷ്യൂനട്ട് അങ്ങനെ കഴിക്കണം എന്ന് പറയില്ല. ആൽമണ്ടിൽ നിന്ന് വൈറ്റമിൻ ഇ കിട്ടും, വാൾനട്ട്സിൽ നിന്ന് നമുക്ക് ഒമേഗ 3 കിട്ടും, അതുപോലെ ഫ്ലാക്സ് സീഡ്സിൽ നിന്ന് ഒമേഗ 3 കിട്ടും. ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പംകിൻ സീഡിൽ നിന്ന് അയേൺ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഫ്ലാക്സ് സീഡും പംകിൻ സീഡും ആൽമണ്ടും വാൾനട്ടും ഈ 4 സാധനങ്ങൾ ഡെയിലി കഴിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ചീര ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമെങ്കിലും കഴിക്കാൻ പറ്റുവാണെങ്കിൽ അതും നല്ലതാണ്. അതുപോലെ നമ്മൾ പച്ച കളർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. വൈറ്റമിൻ സി ഉള്ള ഓറഞ്ച് കാര്യങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ലതാണ്. കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, സവോള ഇത്രയും ഡെയിലി പച്ചയ്ക്ക് ഒരു നേരമെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ, അത് ഒരു ഫുൾ കുക്കുംബർ അല്ല, ഒരു കുക്കുംബറിൻ്റെ ഒരു 6-7 പീസ്, തക്കാളിയുടെ ഒരു 2 പീസ്, ക്യാരറ്റിൻ്റെ ഒരു 3-4-5 പീസ്, സവോളയുടെ ഒരു 3 അരിഞ്ഞ റിങ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് ഡെയിലി കഴിച്ചു കൊടുക്കുക, വളരെ നല്ലതാണ്. പിന്നെ മുട്ട, പുഴുങ്ങിയ മുട്ടയിലുള്ളത് ഗുഡ് ഫാറ്റാണ്. മുട്ടയുടെ ഉണ്ണി കഴിച്ച് കഴിഞ്ഞാൽ കുരു വരും. മുട്ടയുടെ ഉണ്ണി കഴിക്കുന്നത് പ്രശ്നമാണ്. ഡെയിലി ഒരു 4 മുട്ട, 5 മുട്ട, 6 മുട്ട, 10 മുട്ടയൊക്കെ കഴിക്കുന്നവർ ഉണ്ണിയോടുകൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് തട്ടിപ്പോകും. അതല്ലാതെ 2 മുട്ടയൊക്കെ ഡെയിലി കഴിക്കുന്നവരാണെങ്കിൽ ഉണ്ണിയോട് കൂടെ തന്നെ കഴിക്കണം. അപ്പോഴാണ് ആ ഫുൾ ഫാറ്റിൻ്റെ എനർജി നമുക്ക് കിട്ടുള്ളൂ. ഇതിലൊക്കെ ഉള്ളത് ഗുഡ് ഫാറ്റാണ്. ഇതൊന്നും നമ്മുടെ വയറ് ചാടാനും അല്ലെങ്കിൽ ഇത് ചാടാനും ഒന്നുള്ളതല്ല. പിന്നെ ദിവസവും 2 മുട്ട പുഴുങ്ങിയത് തിന്നുന്നു, നമ്മുടെ നട്ട്സ് കഴിക്കുന്നു, മീനൊക്കെ ഷാലോ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ ശരീരം അനങ്ങാതെ വെറുതെ അവിടെ കുത്തിയിരിക്കുവാണെങ്കിൽ എന്തായാലും അതിൻ്റെ പ്രശ്നങ്ങൾ വരും. വയറും ചാടും, മുഖക്കുരുവും വരും, എല്ലാ പ്രശ്നങ്ങളും വരും. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്ത് നല്ല ഫുഡ്സ് നോക്കി നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങോട്ടേക്ക് ചെല്ലുന്നതിനനുസരിച്ചിട്ടാണ് കംപ്ലീറ്റ്ലി ഇവിടെ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആക്നെ ഉള്ളപ്പോൾ വൈറ്റമിൻ സി അപ്ലൈ ചെയ്യാതിരിക്കുക, മുഖത്ത് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ പോഴ്സ് ഒക്കെ വീണ്ടും ഈ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ അടിഞ്ഞു കൂടി ഇത് വീണ്ടും പ്രശ്നമാവുക എന്നല്ലാതെ ഇതുകൊണ്ട് വേറെ ഒരു ഗുണവും നമുക്ക് കിട്ടാനില്ല. അതുപോലെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉള്ളവർ അത് മറയ്ക്കാൻ വേണ്ടി കൺസീലർ ഇടും. ശരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കൺസീലർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഇരട്ടിയാവുകയാണ് ചെയ്തിരിക്കുന്നത്. കൺസീലർ യൂസ് ചെയ്ത് നമുക്കത് മറച്ച് വയ്ക്കാം എന്നല്ലാതെ അതൊക്കെ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഫേസ് ഉണ്ടല്ലോ, ആ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഡാർക്ക് സർക്കിൾസും വന്ന് എല്ലാം വന്ന്. ഐ ഷാഡോ ഇട്ടാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾസ് വരുമായിരുന്നു. ഞാൻ കെ ബ്യൂട്ടിയുടെയും നൈക്കയുടെയും ഐ ഷാഡോ പാലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എന്നാലും ഐ ഷാഡോസ് യൂസ് ചെയ്യുമ്പോൾ ഡാർക്ക് സർക്കിൾസ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചുണ്ട് കറുക്കുന്ന പോലെ ഐ ഷാഡോ ഇടുമ്പോൾ കണ്ണും കറുത്ത് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ ജേണി, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് റൂട്ടീനായിട്ട് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും എപ്പോഴും എൻ്റെ ചാനൽ ചെക്ക് ചെയ്യാൻ ഞാനിനി അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോസ് ഇടുന്നതാണ്, ഇട്ടുകൊണ്ടിരിക്കുവാണ്, ഇനി ഇടുന്നതായിരിക്കും. എൻ്റെ വാട്ടർ എയ്റ്റിനിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കഴിക്കുന്നത്. പിമ്പിൾസ് മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ആക്നെ മാർക്സിന് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ നെക്സ്റ്റ് വരുന്നതായിരിക്കും. എൻ്റെ മുഖത്ത് ഇപ്പോഴും കുറച്ച് പിമ്പിൾസൊക്കെ ഉണ്ട്, മാറിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.